ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി 6-ാം അധ്യായം. മനുഷ്യന്റെ പാപത്തോടുള്ള ദൈവത്തിന്റെ പ്രതികരണമാണ് ഉൽപ്പത്തി 6-ാം അധ്യായത്തിലെ ചിന്താ വിഷയം. ഈ അധ്യായത്തിലാണ് നമ്മൾ പെട്ടകവും പ്രളയവും നോഹയുടെ കഥയും വായിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ ദൈവം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന രക്ഷണ്യ പ്രവർത്തനത്തിന്റെ ഒരു ഫോർ ഷാഡോയിങ് ആണ് പ്രളയകഥ. ദൈവവചനം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമ്മിൽ ഉളവാകേണ്ട മാറ്റങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്തൊക്കെയാണെന്ന് ഈ അധ്യായം മനസ്സിലാക്കി തരുന്നു. ദൈവീകമല്ലാത്ത വിവാഹ ബന്ധത്തിലൂടെ അധപ്പതിച്ച ഒരു തലമുറയായിരുന്നു നോഹയുടെ കാലത്തുണ്ടായിരുന്നത്. മനുഷ്യന്റെ പതനത്തിന്റെയും അധാർമികതയുടെയും ഫലമായി ദൈവം അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കാൻ ഉദ്യമിക്കുന്നതിന്റെ വിവരണമാണ് 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. എന്നാൽ 8-ാം വാക്യത്തിൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നതായി കാണുന്നു. റോമർ 5:20 പൗലോസ് പറയുന്നത് പോലെ പാപം പെരുകുന്നിടത്ത് കൃപ അത്യന്തം വർദ്ധിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഇത്. ദൈവത്തിലുള്ള അചഞ്ചലമായ ആശ്രയമാണ് നോഹയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. നാം കർത്താവിൽ യഥാർത്ഥമായി ആശ്രയിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് അധികമൊന്നും ആലോചിക്കാതെ ഉത്തരം പറഞ്ഞേക്കാം. നമ്മൾ ഓരോരുത്തരും അല്പം പ്രയാസമേറിയ ഒരു കാര്യം, അല്പം ബുദ്ധിമുട്ടും അസൗകര്യമുള്ള ഒരു കാര്യം, മറ്റുള്ളവർക്ക് കിറുക്കെന്ന് തോന്നിയേക്കാവുന്ന ഒരു കാര്യം ചെയ്യുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയത്തിന്റെ യഥാർത്ഥ സ്ഥിതി വെളിപ്പെടുകയുള്ളൂ. നോഹയോട് പെട്ടകം ഉണ്ടാക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്ന സാഹചര്യം ഒന്ന് ഓർത്തു നോക്കുക. മരുഭൂമിയിൽ പാർക്കുന്ന നോഹയ്ക്ക് വെള്ളപ്പൊക്കം എന്നത് യുക്തിസഹമായ ഒരു കാര്യം ആകണമെന്നില്ല. ഉൽപ്പത്തി 6:17. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാൾ വലിപ്പമേറിയ ഒരു പെട്ടകം നിർമ്മിക്കുക എന്നത് അപ്രായോഗികമായ ഒരു കാര്യമായിട്ടേ ആർക്കും കരുതാൻ കഴിയുകയുള്ളൂ. അതുപോലെ ലോകത്തിലുള്ള സകല ജീവികളിൽ നിന്നും ഈരണ്ടിനെ പെട്ടകത്തിൽ കയറാൻ പറയുന്നത് ഒരുതരം കിറുക്കായിട്ട് സാധാരണക്കാർക്ക് തോന്നുകയുള്ളൂ. ഉൽപ്പത്തി 6:19-20 വായിക്കുക. നോഹയും കുടുംബവും മാത്രം രക്ഷപ്പെടുകയും ബാക്കി മനുഷ്യരെല്ലാവരും മരിച്ചു പോകുമെന്നുള്ളതും നമുക്ക് അശ്വസനീയവും അനീതിപരവുമായും തോന്നാം. ഈ സംശയങ്ങളുടെയൊക്കെ നടുവിലാണ് നോഹ ദൈവം കൽപ്പിച്ചതൊക്കെയും ചെയ്യാൻ തയ്യാറാകുന്നത്. ദൈവത്തിന്റെ കൽപ്പനകൾ സർവാത്മന അനുസരിക്കാൻ നോഹ തയ്യാറായത് ദൈവത്തിന്റെ പദ്ധതികളിലും ഉദ്ദേശങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തതുകൊണ്ടാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ വിശ്വാസത്തിന്റെയും ആശ്രയത്തിന്റെയും പ്രതിഫലനങ്ങളാണ്. ദൈവം നമ്മോടെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും യുക്തിഭദ്രമോ സൗകര്യപ്രദമോ പ്രായോഗികമോ ആയിക്കൊള്ളണമെന്നില്ല. എങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം: അവന്റെ ഉദ്ദേശവും പദ്ധതിയും പ്രകാരമായിരിക്കും നമ്മെ ദൈവം ഓരോ ചുവടും നടത്തുന്നത്. അധ്യായം 6-ലെ ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രിമാരും എന്ന പ്രയോഗം വാക്യം 2 പല വ്യാഖ്യാനങ്ങൾക്കും വഴിതെളിച്ച ഒരു സമസ്യയായി അവശേഷിക്കുന്നു. ദൈവത്തിന്റെ പുത്രന്മാർ ശേത്തിന്റെ വംശവും മനുഷ്യരുടെ പുത്രിമാർ കയീന്റെ വംശവും ആണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതേസമയം ദൈവത്തിന്റെ പുത്രന്മാർ വീണുപോയ ദൈവദൂതന്മാരാണെന്ന് വ്യാഖ്യാനിക്കുന്നവരും ഉണ്ട്. അതിന്റെ സത്യം എന്തായാലും ഈ അധ്യായത്തിൽ നിന്നും ക്രിസ്ത്യാനികളായ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സൃഷ്ടാവും ന്യായാധിപതിയുമായ ദൈവത്തിന് നശിപ്പിക്കാനും നിലനിർത്താനുമുള്ള അധികാരമുണ്ട്. പാപത്തിന് ന്യായമായ ശിക്ഷ അവൻ നൽകും. 2. ദൈവം ദീർഘക്ഷമയുള്ളവനാണെന്നിരിക്കലും അവൻ പാപത്തിന് തക്കതായ ശിക്ഷ നൽകാതിരിക്കയില്ല. 3. ദൈവം ദയയും കൃപയുമുള്ളവനാണ്. പാപിക്ക് അവനിൽ ആശ്രയിക്കുകയും അനുദപിക്കുകയും ചെയ്യുന്നതിലൂടെ രക്ഷ പ്രാപിക്കാൻ അവസരമുണ്ട്. 4. ദൈവത്തിന് നോഹയോട് പ്രീതി തോന്നുകയും
അവനെയും കുടുംബത്തെയും പ്രളയത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് നോഹ. 5. ദൈവീകമായ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി നാം ദൈവത്തോട് ചേർന്ന് നടക്കുകയും അവന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുകയും ചെയ്യേണ്ടതാണ്. 6. മറ്റുള്ളവരുടെ പാപാവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കുവാനുള്ള ഒരു താല്പര്യം അഥവാ ഒരു കൺസേൺ നമ്മിൽ ഉണ്ടായിരിക്കണം. നോഹയെ പോലെ നാം സുവിശേഷം ഘോഷിക്കുന്നവരാകണം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.